ഛായാഗ്രാഹകൻ ശ്രീ എസ് കുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എസ് കുമാർ, ചിന്താവിഷ്ടയായ ശ്യാമള എന്ന ചിത്രം, ആ ചിത്രത്തിനൊക്കെ ഒരുമിച്ച് താങ്കൾ പ്രവർത്തിച്ചിട്ടുണ്ട് ശ്രീനിവാസനുമൊപ്പം. എങ്ങനെയാണ് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത്? ചിന്താവിഷ്ട ശ്യാമളയ്ക്ക് മുമ്പത്തെ സിനിമ ഞാനായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. എനിക്കൊരു ചെറിയൊരു പ്രശ്നം മാറിയതാണ്. ചിന്താവിഷ്ട ശ്യാമള പിന്നെ തീർച്ചയായും വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു സിനിമ ഉണ്ടാക്കാണ്ട് ഷീനയോട് എനിക്ക് സാധിച്ചിരുന്നത്. ശരിക്കും ഷീനയായിട്ട് വളരെയധികം ആദ്യമേ എനിക്ക് ഒരു മണിമുഴക്കം കഴിഞ്ഞിട്ട് പിന്നെ പ്രിയന്റെ സിനിമകളിലോട്ട് വരുമ്പോൾ പ്രിയൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പൂച്ചുകര മൂക്കത്തിയിൽ ഒരു കാലം ഒരു പിന്നെ ഇടി വയ്ക്കാനായിട്ട് ഒരു സാധനമായിട്ടൊക്കെ കയറിപ്പോകുമ്പോൾ എന്നോട് പറഞ്ഞു ഇതാരും കൊള്ളല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അപ്പോഴും പറഞ്ഞത് പ്രിയൻ പുള്ളി മണിമുഴക്കം എന്നുള്ള സിനിമയിലേക്ക് ഉണ്ടായിരുന്നു, കമലിന്റെ തിരക്കഥയൊക്കെ എഴുതിയ പുള്ളിയാണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് നെക്സ്റ്റ് സിനിമയിൽ മുതൽ ഒടതമ്മ മുതൽ പ്രിയൻ പുള്ളിയെ വിളിക്കുകയും ഷീനയെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. എനിക്കിപ്പോൾ ചിന്താവിഷ്ട ശ്യാമളയിലെ ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുന്നത് വെച്ചാൽ ആ സിനിമ ചെയ്യുമ്പോൾ എന്നോട് പറയുന്നു ആ ഡയറക്ടർ വേണം, ആര് എഡിറ്റർ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുത്തുരാജിനെ അതിനകത്താണ് കൊണ്ടുവരുന്നത്. ശരിക്കും അതൊരു വളരെ ക്വാളിഫൈഡ് ടെക്നീഷ്യൻസ് വെച്ചിട്ട് തന്നെ ആണ് ചെയ്തൊരു ഫിലിമാണ് ചിന്താവിഷ്ട ശ്യാമള. എനിക്കിപ്പോഴും ഓർമ്മയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു സിൻസിയറായിട്ടുള്ള ആളെന്ന് ആലോചിച്ചു. ഞങ്ങളൊരു ഹിന്ദിയൊക്കെ ചെയ്തിട്ട് ഇവിടെ വരുമ്പോൾ കുറച്ച് സ്പീഡാവണം എന്ന് ഞാൻ അസിസ്റ്റൻസിനോട് പറഞ്ഞപ്പോൾ അത് കുറച്ച് സ്പീഡ് ആയപ്പോൾ 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഷീന് പറഞ്ഞു ഇത്രയും സ്പീഡ് വേണ്ട, നമുക്കത് എഴുതിയ സീനൊക്കെ തീർന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നും എഴുതിയായിരുന്നു. ഷൂട്ടിന്റെ ഇടയ്ക്ക് എനിക്ക് ഒരിക്കലും മറക്കാത്തായിരുന്നു വെച്ചാൽ അതിനകത്തൊരു വൈഫുമായിട്ടൊരു വഴക്കുണ്ടാക്കിയതിന് ശേഷം ഇറങ്ങി വന്നതിന് ശേഷം വെളിയിൽ എഴുതിയിട്ട് വരാന്തയിൽ എഴുതിയതിന് ശേഷം ഒന്ന് സങ്കടം വരുന്നൊരു സീനുണ്ടായി. അപ്പം ഞാനത് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഷീനി കരയുന്നതിൽ എഴുതി വെച്ചേക്കുന്നത്, ഷീനി കരയോ ഞാൻ പറയില്ലേ, ഞാൻ കണ്ണാടി മുമ്പ് ഇതിൽ കരഞ്ഞു നോക്കി എന്ന് പറഞ്ഞു. ആ സീന നമ്മളെ ഹൃദയത്തിൽ എപ്പോഴും ഓർമ്മ സൂക്ഷിക്കുന്നത്. ഷീനിയെ സങ്കടം വന്ന് കരയാണ് ശരിക്കും പറയാന്നുണ്ടെങ്കിൽ. അങ്ങനെയൊക്കെ ഒരു വളരെയധികം സിനിസ്റ്ററായിട്ടുള്ളൊരു വളരെ എല്ലാ കാര്യങ്ങളിലും കഥയാണ് ചെയ്തത്. സാധാരണക്കാരനായിട്ട് സാധാരണക്കാരുടെ സിനിമകൾ പറയുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതങ്ങളിലായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ പണ്ടത്തെ സിനിമകളിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഒരു സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ സിനിമയിൽ കൂടെ കൊണ്ടുവരുന്ന ആദ്യത്തെ സംവിധായകൻ എനിക്ക് തോന്നുന്നു ശ്രീനിവാസനാണെന്ന്. എല്ലാ സിനിമകളിലോട്ടും അതിൻ്റെ ഒരു ശരിക്കും ഒരു അതിനകത്തുണ്ട് പുള്ളിയുടെ ശ്രദ്ധയുണ്ടായിരുന്നു എല്ലാ സിനിമയിലും. അദ്ദേഹത്തിന്റെ ആദ്യത്തെ അവസാനത്തെ തിരക്കെഴുതിയ ഫിലിം ഞാൻ തന്നെ ചെയ്തെന്നുള്ളതാണ്. റോഷൻ ആൻഡ്രൂസിന്റെ സിനിമയായിരുന്നില്ല, അല്ല ഞാൻ പ്രകാശൻ സത്യന്റെ ഫിലിമായിരുന്നു. അതാണ് അവസാനത്തെ പിന്നെ തിരക്കഥ എന്നുള്ളത്. അതും ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നൊരു ഭാഗ്യമുണ്ട്. എൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ അവിടെ പോയിരുന്നു, ഇടയ്ക്ക് അവിടെ പോയിരുന്നപ്പോൾ ഈ ഇടയ്ക്കാച്ച പോയപ്പോൾ എനിക്ക് ശരിക്കും ആള് വല്ലാതെ മാറുമ്പോൾ പോലും പബ്ലിക്കിനെ കാണാനായിട്ട് ഒരിക്കൽ പോലും കുഴപ്പം കാണിക്കാത്തൊരു എന്നാണ്. വളരെ ഇന്നിപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. ശരിക്കും എനിക്കൊരു നമുക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ. എൻ്റെ ജീവിതത്തിൽ എല്ലാ ഘടകങ്ങളിലും എപ്പോഴും കൂടെയൊക്കെയും ഉള്ളൊരു കൃഷ്ണശ്രീനി ശരിക്കും പറയാനുണ്ടെങ്കിൽ. വളരെ നന്ദി ശ്രീ എസ് കുമാർ ഓർമ്മിച്ചതിന്. ഛായാഗ്രാഹകൻ ശ്രീ എസ് കുമാറാണ് സംസാരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.